നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എത്രയൊക്കെ കാലം സത്യം മൂടിവെക്കാൻ ശ്രമിച്ചാലും ദുരൂഹതയുടെ കെട്ടഴിയുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് നേരത്തെ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഗുജറാത്തിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോദി ഭരണകൂടം നടത്തിയ നീക്കങ്ങൾ, അതിൻ്റെ ഇരയായ വ്യക്തി സഞ്ജീവ് ഭട്ട് അടക്കമുള്ളവർ കൃത്യമായി ഇപ്പോഴും അവർ നരകയാതന അനുഭവിക്കുകയാണ്. ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് കൃത്യമായി ലോയയുടെ വിഷയം പറയാതെ പറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് ഭയത്തോടെ ആ സ്ഥാനം എടുത്തെറിഞ്ഞ് മുതുപാതിരയ്ക്ക് ഓടേണ്ടി വന്ന ജഗദീപ് ധൻഖറിനെ അടക്കമുള്ളവരെ കൃത്യമായി വിളിച്ച് അവരെ യഥാവിധി അവരുടെ മാനസിക വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും എന്ന് കൃത്യമായി നിരവധിയായ പത്രങ്ങൾ, അതും ഗോദി മീഡിയകൾക്കെതിരെ എഴുതിയത് വെറുതെ ആയിരുന്നില്ല. ഇപ്പോഴിതാ അതിൻ്റെ രഹസ്യ സ്വഭാവങ്ങൾ ചുരുളഴിഞ്ഞ് വരികയാണ്. അതായത്, ജഗദീപ് ധൻഖർ ആരെക്കുറിച്ചായിരുന്നോ യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചത്, കറപ്റ്റഡ് ആയിട്ടുള്ള ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരുടെ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ജഗദീപ് ധൻഖർ രാജ്യസഭയിൽ പ്രതിപാദിച്ചത്. അത് കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിയതായിരുന്നില്ല. അതിനകത്ത് പല പേരുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും ഒടുവിൽ ഉന്നാവോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഡൽഹി ഹൈക്കോടതി നടത്തുന്ന നാടകീയ നീക്കങ്ങൾ ഇപ്പോൾ മുൻ രാഷ്ട്രപതിയുടെ രാജിയുമായി കൂട്ടിവായിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുകയാണ്. യശ്വന്ത് വർമ്മയെ രക്ഷിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ കരുതിക്കൂട്ടൽ നാടകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കപ്പെടുകയാണ്. യശ്വന്ത് വർമ്മയെ മാത്രമല്ല, പല ജഡ്ജിമാരെയും കൃത്യമായി സംരക്ഷിക്കാൻ ജുഡീഷ്യറിയുടെ ഏറ്റവും മലീനസമായ മറ്റൊരു വശം കൂടിയുണ്ട് എന്നുള്ളത് കാട്ടിക്കൊടുക്കാൻ കൂടിയായിരുന്നു ജഗദീപ് ധൻഖർ തൻ്റെ പ്ലാറ്റ്ഫോം വളരെ സമന്വയത്തോടെ ഉപയോഗിച്ചത്. അദ്ദേഹത്തിനെ അത്രമേൽ ഭയം പിടികൂടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനം വലിച്ചെറിയേണ്ടി വന്നത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്, ലോയയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത്, ഇനി തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായി ആ സ്ഥാനം ഉപേക്ഷിച്ച് പകരം CP രാധാകൃഷ്ണന് വഴിമാറിക്കൊടുത്തത്. പക്ഷേ എന്നായിരുന്നാലും ഒരു നാൾ കള്ളക്കളി പുറത്തു വരും എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ചീഫ് ജസ്റ്റിസ് ഒറ്റയാനെ പോലെ നടത്തുന്ന പടപ്പുറപ്പാട്